നമസ്കാരം. ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന മാർക്കിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ റേറ്റിംഗ് റിപ്പോർട്ട് പരിശോധിക്കുന്ന വീഡിയോ ആണ്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മലയാളത്തിൽ ടെലിവിഷൻ, പ്രത്യേകിച്ച് ന്യൂസ് ചാനൽ ടെലിവിഷൻ രംഗത്ത് വലിയ ചർച്ചകൾക്ക് ഇടവെച്ചുകൊണ്ട് പുതിയൊരു ചാനലിൻ്റെ രംഗപ്രവേശം പ്രഖ്യാപിക്കപ്പെട്ട ഒരാഴ്ച കൂടിയാണ് എന്നുള്ളത് പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ബിഗ് ടി വി എന്ന പേരിൽ പുതിയൊരു ചാനൽ വരികയാണ്. മലയാളത്തിലെ പ്രമുഖരായ മാധ്യമപ്രവർത്തകർ, ടെലിവിഷൻ ജേർണലിസ്റ്റുകൾ ഒക്കെ ബിഗ് ടി വിയിലേക്ക് പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ നീക്കം നടത്തുകയാണെന്നൊക്കെ വാർത്തകൾ വരുന്നു. ആ സാഹചര്യം കൂടി നമ്മൾ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ടെലിവിഷൻ റേറ്റിംഗിൻ്റെ, ന്യൂസ് ചാനലുകളുടെ സ്ഥാനക്രമം, റേറ്റിംഗ് എന്താണ് എന്ന് നോക്കാം. ഈ ആഴ്ചയുടെ പ്രത്യേകത തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹളങ്ങളുടെ റേറ്റിംഗ് ആണ് ഇതിൽ പ്രധാനം. ടെലിവിഷൻ ചാനലുകളുടെ വാർത്താ ലോകം മുഴുവൻ കീഴടക്കിയിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൻ്റെ കാലഘട്ടമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, അതോടൊപ്പം തന്നെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങളൊക്കെ ഉയർന്നു പറക്കുന്നതും തകർന്നടിയുന്നതും ലക്ഷ്യം നേടുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഈ സാഹചര്യം വാർത്താ ലോകത്ത് എങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ളത് ഈ ആഴ്ചത്തെ റേറ്റിംഗിൽ പ്രധാനമായി വരുന്നു. പ്രത്യേകിച്ചും വോട്ടെടുപ്പ് കാലമാണ്. ഈ ആഴ്ച ടെലിവിഷനിൽ, ന്യൂസ് ചാനലുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, റിപ്പോർട്ടർ ടി വി കേരള ഓളിൽ വീണ്ടും ഒരു ഒന്നാം സ്ഥാനത്തേക്കുള്ള വരവ് വന്നിരുന്നു. എന്നാൽ ഈ ആഴ്ച ഏഷ്യാനെറ്റ് ന്യൂസ് അത് തിരിച്ചു പിടിക്കുന്നതും മികച്ച നിലയിൽ മുന്നേറുന്നതുമാണ് നമ്മൾ കാണുന്നത്. കേരള ഓൾ മുതൽ ആരംഭിക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമത് 15.01 പോയിന്റിൻ്റെ വലിയ വർധന ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ 49ാമത്തെ ആഴ്ചയിൽ 15.01 വർധന. 91.52 ആയിരുന്നത് 15.01 വർദ്ധിച്ച് 106.53 എത്തി. രണ്ടാമത് റിപ്പോർട്ടർ ടി വി 0.01 ഇടിവ് റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായി. 97.73 ആയിരുന്നത് 97.72 കുറഞ്ഞു. മൂന്നാം സ്ഥാനത്ത് 24 ആണ്. 55.26 ആയിരുന്നത് 1.19 വർധനയോടെ 56.45 എത്തി. നാലാമത് മനോരമ ന്യൂസ് 4.91 വർധന മനോരമ ന്യൂസിനുണ്ടായിട്ടുണ്ട്. 43.55 ആയിരുന്നത് 48.46 മനോരമ ന്യൂസ് വർദ്ധിപ്പിച്ചു. 3ഉം 4ഉം സ്ഥാനത്തിൻ്റെ കാര്യത്തിലാണ് പുതിയൊരു മത്സരം രൂപപ്പെടുന്നത്. 24ഉം മനോരമയും തമ്മിൽ. 24 കേരള ഓളിൽ സേഫായി നിൽക്കുകയാണ്. മനോരമ 4ാമത് തന്നെ തുടരുകയാണ്. പക്ഷേ മെയിൽ 22+ ABC എന്ന് പറയുന്ന സെക്ഷനിൽ ഈ ആഴ്ച 24ന് വലിയൊരു ആഘാതമുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. 5ാമത് മാതൃഭൂമി ന്യൂസാണ്. 3.45 വർധന. 32.71 ആയിരുന്നത് 36.16 വർദ്ധിച്ചു. 6ാമത് ന്യൂസ് മലയാളം 24/7 0.07 ഇടിവാണ് അവർക്കുണ്ടായത്. 24.65 ആയിരുന്നത് 24.58 കുറഞ്ഞു. 7ാമത് കൈരളി ന്യൂസ് 1.5 പോയിന്റിൻ്റെ വർധനയുണ്ടായി. കൈരളിക്ക് 20.12 ആയിരുന്നത് 21.62 8ാമത് ജനം ടി വി 0.33 വർധനയുണ്ടായി. 20.95 ആയിരുന്നത് 21.28 വർദ്ധിച്ചു ജനം ടി വിക്ക്. 9ാമത് ന്യൂസ് 18 കേരളം 13.94 ആയിരുന്നത് 0.38 വർധനയോടെ 14.32 വർദ്ധിച്ചു. പൊതുവെ എല്ലാവർക്കും താരതമ്യേന വർധനയുണ്ടായിട്ടുണ്ട്. 1-2 ചാനലിന്, ഒരുപക്ഷെ റിപ്പോർട്ടർ ടി വിക്കും ന്യൂസ് മലയാളത്തിന് മാത്രമാണ് ഇടിവുണ്ടായത്. എല്ലാ ചാനലിനും, ഏഷ്യാനെറ്റ് ന്യൂസിനടക്കം വലിയ വർധന രേഖപ്പെടുത്തിയപ്പോൾ റിപ്പോർട്ടർ ടി വിക്ക് അത് നേരിടാൻ, ആ തരത്തിൽ കൈവരിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണെന്നുള്ളത് ശ്രദ്ധേയമായ ചോദ്യമാണ്. അടുത്തത് മെയിൽ 22+ ABC എന്ന സെഗ്മെൻ്റാണ്. ഇവിടെയും ഏഷ്യാനെറ്റ് ന്യൂസിന് വലിയ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. 14.31 പോയിന്റിൻ്റെ വർധന. ഏഷ്യാനെറ്റ് ന്യൂസിന് 125.74 ആയിരുന്നത് 14.31 വർദ്ധിച്ച് 140.05 എന്നതാണ്. രണ്ടാമത് റിപ്പോർട്ടർ ടി വിക്ക് 3.28 ഇടിവാണ് രേഖപ്പെടുത്തിയത്. 122.58 ആയിരുന്നത് 119.3 പോയിന്റായി കുറഞ്ഞു. ഏഷ്യാനെറ്റും റിപ്പോർട്ടറും വലിയ വ്യത്യാസം മെയിൽ 22+ ABCയിലുണ്ട്. ഒന്നാമതുള്ള ഏഷ്യാനെറ്റ് 140.05 ആയിരിക്കുമ്പോൾ രണ്ടാമതുള്ള റിപ്പോർട്ടർ ടി വിക്ക് 119.3 പോയിന്റാണ്. 20ഓളം പോയിന്റിൻ്റെ വ്യത്യാസം. മെയിൽ 22+ ABCയിലെ 3ാം സ്ഥാനം ഈ ആഴ്ച നിർണായകമാണ്. 24 ന്യൂസിനെ മറികടന്ന് മനോരമ ന്യൂസ് 3ാം സ്ഥാനത്തെത്തി. 4.92 പോയിന്റിൻ്റെ വർധനയോടെ മനോരമ 3ാം സ്ഥാനത്തെത്തി. 66.94 ആയിരുന്നത് 71.86
വർദ്ധിച്ചു. എന്നാൽ 24-നെ നാലാമത്തേക്ക് തള്ളിയത് അവർക്ക് വർധനയുണ്ടായി എങ്കിലും മനോരമയുടെ വർധന കൊണ്ടുകൂടിയാണ് എന്നത് ശ്രദ്ധേയമാണ്. അതിനേക്കാൾ കൂടിയ വർധന മനോരമയ്ക്കുണ്ടായതുകൊണ്ടാണ് 24-ന്റെ പോയിന്റ് 2.92 വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ 68.22 ആയിരുന്ന പോയിന്റ് 71.14 എത്തിയത്. ചെറിയ വ്യത്യാസമാണ് മനോരമയായിട്ട് നാലാം സ്ഥാനത്തേക്ക് 24 തള്ളിപ്പോകാൻ കാരണം. അതായത് 24-ന് 71.14, അതേസമയം മറികടന്ന മനോരമയ്ക്ക് 71.86 പോയിന്റ്. 24-നെ സംബന്ധിച്ച് അത് നിർണായകമാണ്. സമീപകാലത്തൊന്നുമില്ലാത്തൊരു ഭീഷണി മൂന്നാം സ്ഥാനത്ത് നേരിടുന്നു എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം ഈ ബാർക്കുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു ഒരു 3 ആഴ്ച മുന്നേ. അന്ന് ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് 24-നെ താഴേക്ക് തള്ളിവിടാൻ, മനോരമയ്ക്കും താഴേക്ക് തള്ളിവിടാൻ, നാലാം സ്ഥാനത്തേക്ക് തള്ളിവിടാൻ കൂടിയാണ് റിപ്പോർട്ടർ TV ഇത്തരത്തിൽ ബാർക്കിൽ കൃത്രിമത്വം കാണിക്കാൻ പോകുന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പരാതിയിലെ വാർത്ത 24-നെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത്തവണ പക്ഷേ മെയിൽ 22+ ABC-യിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി 5-ാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് 2.44 പോയിന്റ് വർധന ഉണ്ടായി. 45.15 ആയിരുന്നത് 47.59 ആറാമത് ന്യൂസ് മലയാളം 24/7 0.77 കുറവുണ്ടായി. 29.41 ആയിരുന്നത് 28.64 കുറഞ്ഞു. 7-ാം സ്ഥാനത്ത് കൈരളി ന്യൂസ് തന്നെയാണ്. 31.24 ആയിരുന്നത് 32.41 വർദ്ധിച്ചു. അവർക്ക് 1.17 വർധന. ജനം TV-യെ 2 സെഗ്മെന്റിലും മറികടന്ന് കൈരളി 7-ാം സ്ഥാനത്തെത്തി. 8-ാം സ്ഥാനത്തേക്ക് ജനം TV തള്ളിപ്പോയി. 28.49 ആയിരുന്നത് 1.88 വർദ്ധിച്ച് 30.37 പോയിന്റായി. അതായത് കൈരളി ന്യൂസിന് 32.41, ജനം TVക്ക് 30.37. 9-ാം സ്ഥാനത്ത് ന്യൂസ് 18 കേരളം 1.87 വർധന. 16.52 ആയിരുന്നത് 18.39 ആയി എന്നതാണ് 9-ാം സ്ഥാനത്തിൻ്റെ വ്യത്യാസം. മെയിൽ 22+ ABC-യുടെ കാര്യമാണ് ഇത്. ആകെ നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് 2 സെഗ്മെന്റിലും ഒന്നാമതാണ്. കേരള ഓളിൽ കഴിഞ്ഞ ആഴ്ച രണ്ടാമത് പോയത് തിരിച്ചു പിടിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമതെത്തി. മെയിൽ 22+ലും ഒന്നാമതെത്തി. മെയിൽ 22+ൽ മനോരമ ന്യൂസ് 24-നെ മറികടന്ന് 3-ാം സ്ഥാനം കരസ്ഥമാക്കി. ചെറിയ വ്യത്യാസത്തിനാണെങ്കിലും 3-ാം സ്ഥാനം കരസ്ഥമാക്കി. കൈരളി 7-ാം സ്ഥാനത്തേക്ക് സ്റ്റേബിളായി വരികയാണ് എന്നുള്ളതുമാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗിലെ പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ ആഴ്ച മറ്റൊരു പ്രധാന കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ബിഗ് TV എന്ന പേരിൽ, ബിഗ് TV എന്ന പേരിൽ ഒരു പുതിയ ന്യൂസ് ചാനൽ മലയാളത്തിൽ വരുന്നതായി കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായ അനൗൺസ്മെൻറ്റ് വന്നു. അനിൽ അയരൂരിൻ്റെ നേതൃത്വത്തിലാണ് ചാനൽ. അതേസമയം പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരെ അവർ അങ്ങോട്ടേക്ക് പ്രതിഷ്ഠിക്കുകയാണ്, അതിലേക്ക് ആകർഷിക്കുകയാണ് എന്നുള്ള വാർത്തകളും വരുന്നു. കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ അത് സംബന്ധിച്ച പരസ്യം അവർ ചെയ്തിരുന്നു. ഇനി 10ാമത് മീഡിയ 1 ന്യൂസ് ചാനൽ മലയാളത്തിലുണ്ട്. ഒരുപക്ഷെ റേറ്റിംഗിൽ നിന്ന് അവർ പിന്മാറിയതിന് ശേഷമാണ് അത് നമുക്ക് പരാമർശിക്കേണ്ടി വരാതെ ഇരിക്കുന്നത്. അതേസമയം 11ാമതൊരു ചാനൽ കൂടി, ന്യൂസ് ചാനൽ കൂടി വരുന്നു എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട കാര്യം മലയാളം ന്യൂസ് ചാനലിനെ സംബന്ധിച്ച്. ഒരുപക്ഷെ ഇന്ത്യയുടെ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ദേശീയ തലത്തിൽ ഒരു വ്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും ചെറിയൊരു മലയാളത്തിൽ ഇത്രയും ന്യൂസ് ചാനൽ വേണോ എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ മലയാളത്തിൽ മലയാളികൾ പൊതുവെ പ്രബുദ്ധനാണ് എന്നൊക്കെയാണുള്ള വെപ്പ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വിനോദം എന്നതുപോലെ തന്നെയാണ്, നിത്യജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് വാർത്താ ചാനലുകൾക്ക് എപ്പോഴും സ്പേസ് ഉണ്ട്. പക്ഷേ ഈ പരസ്യ മാർക്കറ്റിൽ നിന്ന് എന്തുമാത്രം അവർക്ക് നിലനിൽക്കാനുള്ള വരുമാനം, മൂലധനം ലഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല വിധത്തിലുള്ള വലിയ തോതിലുള്ള തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് കൂടി ആ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ തൊഴിലിനപ്പുറത്ത് സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത്. അത് ആരോഗ്യകരമായി കൊണ്ടുപോവുക എന്നുള്ളതും പ്രധാനമാണ്. സമീപ നാളുകളിൽ നമ്മൾ മലയാളത്തിലെ, കേരളത്തിലെ ചാനലുകളും രാഷ്ട്രീയ നേതൃത്വങ്ങളും സ്വീകരിക്കുന്ന സമീപനങ്ങൾ നമ്മൾ അതിശയിപ്പിക്കും. പല രീതിയിൽ താല്പര്യങ്ങളും മത ജാതി കാഴ്ചപ്പാടുകളുടെ, വർഗീയമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തെ തന്നെ ഗതി നിർണ്ണയിക്കും വിധത്തിലേക്ക് ചാനലുകളുടെ നിരന്തരമായ നറേറ്റീവുകൾ പ്രവർത്തിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം ഈ പൊതുവായി നമ്മുടെ മലയാളികളുടെ ഒരു ഇടതു വീക്ഷണത്തിന് ആഘാതമേൽക്കുന്ന വിധത്തിലുള്ള കാഴ്ചപ്പാടുകൾ അത്തരത്തിൽ ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന ആളുകളിൽ നിന്നും വരുന്ന കാഴ്ചപ്പാടുകൾ ഇവിടെ വല്ലാതെ പോറലേൽപ്പിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും വർഗീയമായ കാഴ്ചപ്പാടുകൾക്ക് ആധിപത്യം വരുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറുന്നു. അവിടെ മാധ്യമങ്ങൾ അവരുടേതായ പങ്കുകൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിർവഹിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ ഈ ന്യൂസ് ചാനലുകളുടെ, പുതിയ ന്യൂസ് ചാനലിൻ്റെ കൂടി വരവോടുകൂടി ഏതു മട്ടിൽ മത്സരാധിഷ്ഠിതമായി മുന്നേറുമ്പോൾ മാറും എന്നുള്ളതാണ് ആശങ്കയോടെ തന്നെ നോക്കിക്കാണേണ്ട ഒരു കാര്യം. നിരന്തരമായി നമ്മൾ വാർത്താ കേന്ദ്രങ്ങളെ വിശകലനം ചെയ്യുക, വിമർശിക്കുക എന്നുള്ളതിനപ്പുറത്തേക്കുള്ള മാർഗ്ഗങ്ങളില്ല. തുറന്നു പറയുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. അത് ഏത് കാഴ്ചപ്പാടായാലും നമ്മൾ തുറന്നു പറയുക. അതിന് പ്രത്യാക്രമണങ്ങൾ
വരുമ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മുടെ നിലപാടുകൾ ഉയർന്നു നിൽക്കുന്നതിന് ശ്രമിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെ ഉത്തരവാദിത്തം. നമുക്ക് ഈ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചാനൽ റേറ്റിംഗുമായി മറ്റൊരു വീഡിയോയിലൂടെ അടുത്ത ആഴ്ച വീണ്ടും വരാം. നന്ദി, നമസ്കാരം.